നിയന്ത്രണ രേഖയിലെ ചൈനീസ് സ്വാധീനം ചെറുക്കാൻ ജർമ്മനി ഇന്ത്യക്ക് A400M ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഇന്ത്യയുടെ തന്ത്രപരമായ എയർലിഫ്റ്റിംഗ് ആവശ്യങ്ങൾക്കുള്ള ഒരു പ്രധാന ആസ്തിയായി ഒരു നൂതന പ്ലാറ്റ്ഫോമിനെ സ്ഥാപിച്ചുകൊണ്ട് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് തങ്ങളുടെ A400M അറ്റ്ലസ് സൈനിക ഗതാഗത വിമാനങ്ങൾ വിതരണം ചെയ്യാൻ ജർമ്മനി ശക്തിയായി ശ്രമിക്കുകയാണ്. 2025 സെപ്റ്റംബർ 3 ന്യൂഡൽഹിയിൽ ജർമ്മൻ വിദേശകാര്യമന്ത്രി ജോഹാൻ വാഡഫൂളും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും തമ്മിൽ നടത്തിയ ഉഭയകക്ഷി ചർച്ചകളിൽ ഈ നിർദ്ദേശം പ്രധാനമായും അവതരിപ്പിക്കപ്പെട്ടു. ഈ ഓഫർ ഇൻഡോ ജർമ്മൻ പ്രതിരോധ ബന്ധങ്ങളുടെ ഗണ്യമായ ആഴം കൂട്ടുന്നതിനെ സൂചിപ്പിക്കുന്നു. കൂടാതെ അടുത്തിടെയുണ്ടായ എയർബസ് C295M വിമാന കരാറിലൂടെ സ്ഥാപിച്ച വിജയകരമായ മേക്ക് ഇൻ ഇന്ത്യ മാതൃകയിൽ ഇത് ഇവിടെ നിർമ്മിക്കാനും ലക്ഷ്യമിടുന്നു. 2 ദിവസത്തെ സന്ദർശന വേളയിൽ വിദേശകാര്യമന്ത്രി വാഡഫുൾ ഈ ഓഫറിന് പിന്നിലെ തന്ത്രപരമായ ഒരു യുക്തിയെ എടുത്തുകാട്ടി. പ്രത്യേകിച്ച് ചൈനയുമായുള്ള നിയന്ത്രണ രേഖയിലെ വെല്ലുവിളി നിറഞ്ഞ ഉയർന്ന പ്രദേശങ്ങളിൽ ഇന്ത്യയുടെ ലോജിസ്റ്റിക് ശക്തിപ്പെടുത്തുന്നതിൽ A400M കഴിവുകൾ അദ്ദേഹം എടുത്തു കാണിച്ചു. വ്യോമസേനയുടെ തന്ത്രപരമായ ചലനശേഷി വർദ്ധിപ്പിക്കുന്നതിന് അത്യാവശ്യമായ ഒരു വിശ്വസനീയവും വൈവിധ്യപൂർണവുമായ പ്ലാറ്റ്ഫോം എന്നാണ് അദ്ദേഹം A400M വിശേഷിപ്പിച്ചത്. ന്യൂഡൽഹിയുമായുള്ള പങ്കാളിത്തം പ്രതിരോധത്തിലും സാങ്കേതികവിദ്യയിലും നിർണായകമാണ് എന്ന ജർമ്മനിയുടെ വീക്ഷണത്തെ പ്രതിഫലിപ്പിക്കുന്ന ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കാനുള്ള ശ്രമങ്ങൾ, ഇൻഡോ പസഫിക് സ്ഥിരത, ആഗോള സുരക്ഷാ വെല്ലുവിളി എന്നിവയുൾപ്പെടെ വിശാലമായ പല വിഷയങ്ങളും അദ്ദേഹവുമായുള്ള ചർച്ചകളിൽ ഉൾപ്പെട്ടു. 40 മുതൽ 80 വരെ പുതിയ വിമാനങ്ങൾ വാങ്ങാൻ ശ്രമിക്കുന്ന ഇന്ത്യയുടെ മീഡിയം ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് പ്രോഗ്രാമിന്റെ ഒരു പ്രധാന മത്സരാർത്ഥിയാണ് A400M. $10 ബില്യൺ വിലമതിക്കുന്ന ഈ സംരംഭം IAFന്റെ 100-ലധികം സോവിയറ്റ് കാലഘട്ടത്തിലെ ആന്റോനോവ് AN-32 വിമാനങ്ങളുടെയും ഇല്യൂഷൻ IL-76 ഹെവി ട്രാൻസ്പോർട്ട് വിമാനങ്ങളുടെയും പഴക്കം ചെന്ന ഫ്ലീറ്റിനെ മാറ്റിസ്ഥാപിക്കുന്നതിന് നിർണായകമാണ്. നിലവിലുള്ള ലൈറ്റ് ഹെവി എയർലിഫ്റ്റുകൾ തമ്മിലുള്ള വിടവ് നികത്താൻ 18 മുതൽ 30 ടൺ വരെ പേലോഡ് ശേഷിയുള്ള ഒരു ആധുനിക പ്ലാറ്റ്ഫോം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ആവശ്യമാണ്. ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ വ്യവസായത്തെ ഉത്തേജിപ്പിക്കുന്നതിനായി സാങ്കേതികവിദ്യ കൈമാറ്റത്തിനും ആഭ്യന്തര നിർമ്മാണത്തിനും ഈ പരിപാടി ശക്തമായ ഊന്നൽ നൽകുന്നു. എയർബസ് ഡിഫൻസ് ആൻഡ് സ്പേസ് വികസിപ്പിച്ചെടുത്ത 4 എഞ്ചിനുകളുള്ള A400M അതിൻ്റെ പ്രധാന എതിരാളികളായ അമേരിക്കൻ C-130J സൂപ്പർ ഹെർക്കുലീസിനേക്കാളും ബ്രസീലിയൻ എംബ്രയർ C-390 മില്യനെത്തേക്കാളും മികച്ചതാണെന്ന് അതിൻ്റെ വക്താക്കൾ വാദിക്കുന്ന സാങ്കേതിക സവിശേഷതകൾ ഉൾക്കൊള്ളുന്നു. പരമാവധി 37 ടൺ പേലോഡുള്ള A400M C-130Jയുടെ ഇരട്ടി ഭാരം വഹിക്കാൻ കഴിയും. കൂടാതെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ പുതിയ 25 ടൺ ഭാരമുള്ള സോറോവർ ലൈറ്റ് ടാങ്ക് പോലുള്ള ഭാരമേറിയ ഉപകരണങ്ങൾ കൊണ്ടുപോകാനും പ്രാപ്തമാണ്. ചെറിയ റൺവേയിൽ നിന്ന് പ്രവർത്തിപ്പിക്കാനുള്ള അതിൻ്റെ കഴിവ്, മണിക്കൂറിൽ 780 കിലോമീറ്റർ എന്ന ഉയർന്ന ക്രൂയിസിംഗ് വേഗത എന്നിവയുമായി സംയോജിപ്പിച്ച് ഇന്ത്യയുടെ വിശാലവും വൈവിധ്യപൂർണവുമായ ഭൂമിശാസ്ത്രത്തിൽ സൈനികരെയും വസ്തുക്കളെയും വേഗത്തിൽ വിന്യസിക്കുന്നതിന് ഇത് അനുയോജ്യമാക്കുന്നു. ജർമ്മനിയുടെ നിർദ്ദേശത്തിലെ ഒരു പ്രധാന വശം C-295 വിമാനങ്ങളുടെ നിർമ്മാണ ഇന്ത്യയിൽ നടത്താനുള്ള സാധ്യതയാണ്. 2021 ഒരു നാഴികക്കല്ലായ കരാറിൽ ഇന്ത്യ 56 C-295M വിമാനങ്ങൾക്കായി കരാർ ചെയ്തു. അതിൽ 40 ഗുജറാത്തിലെ വഡോദരയിലെ ഫെസിലിറ്റിയിൽ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് ഇന്ത്യയിൽ നിർമ്മിക്കും. ഒരു സ്വകാര്യ ഇന്ത്യൻ കമ്പനി ആദ്യമായി ഒരു സമ്പൂർണ്ണ സൈനിക വിമാനം നിർമ്മിക്കുന്ന പദ്ധതിയാണത്. ഇന്ത്യ ഏകദേശം 80 യൂണിറ്റുകളുടെ ഗണ്യമായ ഓർഡർ നൽകിയാൽ TASLനൊപ്പം ചേർന്ന് A400Mനായി സമാനമായ ഒരു അന്തിമ അസംബ്ലി ലൈൻ സ്ഥാപിക്കാൻ എയർബസ് സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യയിൽ നിന്ന് വിമാനങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിനുള്ള വഴികൾ തുറക്കും. ഇന്ത്യ ജർമ്മൻ തന്ത്രപരമായ പങ്കാളിത്തത്തിൻ്റെ 25 വർഷത്തെ നാഴികക്കല്ല് ഊന്നി പറഞ്ഞുകൊണ്ട് പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെ മന്ത്രി ജയശങ്കർ സ്വാഗതം ചെയ്തു. യൂറോപ്യൻ യൂണിയനുമായുള്ള ദീർഘകാലമായി നിലനിൽക്കുന്ന സ്വതന്ത്ര വ്യാപാര കരാർ അവസാനിപ്പിക്കുന്നതിലും തീവ്രവാദ വിരുദ്ധ ശ്രമങ്ങളിൽ സഹകരിക്കുന്നതിലും ഇന്ത്യ ജർമ്മനിയെ പിന്തുണയ്ക്കുന്നതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഉക്രൈനിലെ സംഘർഷത്തിന് സമാധാനപരമായ പരിഹാരം കണ്ടെത്താൻ ഇന്ത്യ റഷ്യയുമായുള്ള നയതന്ത്ര മാർഗങ്ങൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച്
ജർമ്മനിയുടെ അഭിപ്രായത്തെക്കുറിച്ചും ഉന്നതതല ചർച്ചകൾ നടന്നു. വിപുലമായ കഴിവുകളുണ്ടായിട്ടും A400M കാര്യമായ വെല്ലുവിളികൾ നേരിടുന്നു. പ്രാഥമികമായി അതിൻ്റെ ഉയർന്ന സംഭരണ ചെലവ് യൂണിറ്റിന് ഏകദേശം $220 മുതൽ $250 മില്യൺ കണക്കാക്കപ്പെടുന്നു. ഇത് അതിൻ്റെ എതിരാളികളെക്കാൾ വളരെ കൂടിയ ചെലവാണ്. വിമാനത്തിൻ്റെ മൾട്ടി റോൾ വൈവിധ്യവും ഉയർന്ന ഇന്ധനക്ഷമതയും ദീർഘകാല പ്രവർത്തന ചെലവ് കുറയ്ക്കുന്നതിലേക്ക് നയിക്കുന്നുവെന്നും ഇത് പ്രാരംഭ ചെലവ് നികത്തുന്നുവെന്നും എയർബസ് വാദിക്കുന്നു. 2030-നും 35-നും ഇടയിൽ പഴയ ട്രാൻസ്പോർട്ട് ഫ്ലീറ്റുകൾ ക്രമാനുഗതമായി ഘട്ടം ഘട്ടമായി നിർത്തലാക്കുക എന്ന ലക്ഷ്യത്തോടെ 2026 MDA പ്രോഗ്രാമിനായി ഉപയോക്തൃ പരീക്ഷണങ്ങൾ നടത്തുമെന്ന് ഇന്ത്യൻ എയർഫോഴ്സ് പ്രതീക്ഷിക്കുന്നു.